അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗേഡർ വീണ് ഒരാൾ മരിച്ചു എന്ന സങ്കടകരമായ വാർത്തയാണ് രാവിലെ തന്നെ പുറത്തുവന്നത്. പിക്കപ്പ് വാൻ ഡ്രൈവറായ ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷിനാണ് ജീവൻ നഷ്ടമായത്. നിർമ്മാണത്തിനിടെ 2 ഗേഡറുകൾ ജാക്കി തെന്നിമാറിയതിനെ തുടർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു. അതിലൊന്ന് ഈ പിക്കപ്പ് വാൻ്റെ മുകളിലേക്ക് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. അങ്ങനെയാണ് രാജേഷിന് ജീവൻ നഷ്ടമായത്. ഏറെ നേരം ആ വാഹനത്തിനകത്ത് രാജേഷ് കുടുങ്ങിക്കിടന്നു. അപകടത്തെ തുടർന്ന് ആലപ്പുഴ എറണാകുളം റൂട്ടിൽ വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. ഇപ്പോൾ അപകട സ്ഥലത്ത് അശ്വിൻ പാലാഴിയും മാൻമരിയ സണ്ണിയും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം അശ്വിൻ പാലാഴിയിലേക്കാണ്. അശ്വിൻ, രാവിലെ തന്നെ ഇത്രയും സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ഒരാൾക്ക് ജീവൻ നഷ്ടമാവുന്ന നിലയുണ്ടാവുന്നു. മണിക്കൂറുകളോളം ഈ രാജേഷിനെ പുറത്തെടുക്കാൻ കഴിയാതെ അതിനുള്ളിൽ രാജേഷ് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അല്പസമയം മുമ്പാണ് രാജേഷിനെ ഈ വാഹനം വെട്ടിപ്പൊളിച്ച് ഗേഡർ മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എന്താണ് സംഭവ സ്ഥലത്ത് നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അശ്വിൻ പാലാഴി? റിജിത്ത്, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അല്പം മാറി ഈ അപകടത്തിൽപ്പെട്ട വാഹനം ഇട്ടിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കരാർ കമ്പനിയുടെ തന്നെ ആളുകൾ ഇപ്പോൾ അപകടം സംഭവിച്ച വാഹനം അത് മൂടി ഇടുന്നതാണ്. അതായത് അപകടത്തിൽപ്പെട്ട വാഹനം ഇനി എന്ത് ചെയ്യാനാകും എന്നതിനേക്കാൾ നല്ലത് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഒരാളുടെ മരണം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. അതിൽ അപകടം ഉണ്ടായതിനു ശേഷം കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ ചടകുടം എണീറ്റിട്ടുണ്ട്. അവിടെ മറ്റു വാഹനങ്ങൾ നിയന്ത്രിക്കുന്നതിലും മറ്റുമൊക്കെയായി അവർ കൃത്യമായി ഇടപെടൽ നടത്തുന്നുണ്ട്. എന്തായാലും നാട്ടുകാരെ അടക്കം ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് പൂർണ്ണമായും നിയന്ത്രിച്ചാണ് കയറ്റിവിടുന്നത്. വാഹനങ്ങളൊന്നും ഈ അരൂർ തുറവൂർ ദേശീയപാതയുടെ ഭാഗത്തേക്ക് കയറ്റിവിടുന്നില്ല. നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അരൂക്കുറ്റി, എറണാകുളത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ അരൂക്കുറ്റി അവിടെ നിന്ന് തിരിച്ചുവിടുകയാണ്. ഒപ്പം ആലപ്പുഴയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ നിന്നാണ് തിരിച്ചുവിടുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ അവസ്ഥയിലേക്ക് വേണമെങ്കിൽ ഒരു കൃത്യമായ അല്ലെങ്കിൽ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഡ്രൈവർ ക്യാബിൻ ഈ ഭാഗത്തായാണ്. ഇതിൻ്റെ കൃത്യം നടുവിലേക്കാണ് ഈ ഗർഡർ ഇടിഞ്ഞു വീണത്, തകർന്നു വീണത്. അതിനുള്ളിൽ ശ്വാസം വിടാൻ പോലും ആകാത്ത തരത്തിൽ തല ചേർന്നിരിക്കുന്ന ഭാഗത്തേക്കാണ് ഈ ഗർഡർ വീണിരുന്നത്. അവിടെയാണ് രാജേഷ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഫയർഫോഴ്സ് അടക്കം പറയുന്നത് സ്പോട്ട് ഡെത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ സംഭവം നടന്ന സമയത്ത് തന്നെ മരണപ്പെട്ടിരിക്കാമെന്നാണ് പറയുന്നത്. കാരണം തലയുടെ ഭാഗത്തേക്കാണ് ഗർഡർ ഇടിഞ്ഞു വീണത്. ഈ ഗർഡറിൻ്റെ ഒരു നിലവിലത്തെ ഒരു രൂപം കൂടി നമുക്ക് കാണിക്കാനാകും. നമുക്ക് ഈ നിലവിൽ നിർമ്മാണത്തിൻ്റെ പൂർത്തിയായ ഭാഗത്തേക്ക് കണ്ടാൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഇതാണ് ഗർഡർ. ഈ ഗർഡറാണ് വാഹനത്തിന് മുകളിലേക്ക് വീണത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ഭാരം, എത്രത്തോളം ബലം അതിന് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതായത് ഇത്രയും വാഹനങ്ങൾ നിരവധി ദേശീയപാതയാണല്ലോ, സ്വാഭാവികമായും വലിയ ചരക്ക് വാഹനങ്ങളടക്കം പോകുന്ന പണി പൂർത്തിയാകുമ്പോൾ ചരക്ക് വാഹനങ്ങളടക്കം പോകേണ്ട ആയിരക്കണക്കിന് വാഹനങ്ങൾ മണിക്കൂറിൽ കടന്നു പോകേണ്ട പാതയാണ്. അപ്പോൾ സ്വാഭാവികമായി അത്രത്തോളം ബലമുള്ള കരുത്തുറ്റ ഗർഡറുകളാണ് സ്ഥാപിക്കുക. അത്രത്തോളം ബലമുള്ള ടൺ കണക്കിന് ഭാരമുള്ള ഗർഡറാണ് ഒരു മനുഷ്യൻ്റെ ദേഹത്തേക്ക് വീണത് എന്നുള്ളതാണ് ആ സംഭവത്തിൻ്റെ ഒരു ഭീകരത നമ്മളെ വെളിവാക്കുന്നത്. എന്തായാലും നിലവിൽ അപകട സ്ഥലത്ത് നിന്ന് ഗർഡർ മാറ്റാനുള്ള ജോലികൾ കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഈ വാഹനം പൂർണ്ണമായും തകർന്നു എന്നുള്ളതാണ് നമ്മളെയും ആശ്ചര്യപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന കാഴ്ച അതുതന്നെയായിരുന്നു. വാഹനത്തിൻ്റെ അവസ്ഥ അത്രത്തോളം മോശമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ആവുന്നില്ല. റിജിത്ത്, എത്രത്തോളം വലിയ അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ 2:30 പുലർച്ചെ 2:30 ഈ ദേശീയപാതയിൽ നിർമ്മാണത്തിലിരുന്ന ഈ ഗർഡർ പോകുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ ജാക്കി കൊണ്ട് ഇത് താങ്ങി നിർത്തിയിരിക്കുന്നത് കാണാം. ഇങ്ങനെ താങ്ങി നിർത്തിയ ജാക്കി തെന്നി മാറിയതാണ് ഈ ഗർഡർ റോഡിലേക്ക് പതിക്കാൻ കാരണം എന്നുള്ളതാണ് കമ്പനിയുടെ, നിലവിൽ ഈ നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനിയുടെ വിശദീകരണം. പക്ഷേ അത് അത്രത്തോളം സുരക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത്രത്തോളം പരിശോധനകൾ മാത്രമേ ഇത്ര വലിയ ഗർഡർ സ്ഥാപിക്കുന്നതിലൂടെ നടത്തിയിട്ടുള്ളൂ എന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും ആ ജാക്കി തെന്നി മാറിയതിനെ തുടർന്ന് ഇത് റോഡിലേക്ക് പതിക്കുന്നു. റോഡിലൂടെ ഗതാഗതവുമായി ചരക്കുമായി പോയ ഒരു പിക്കപ്പ് വാനിന് മുകളിലേക്കാണ് അത് വീണത്. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായ. നേരത്തെയും ഈ ഗഡറുമായി ബന്ധപ്പെട്ട അപകടം ഉണ്ടായതാണ്. അന്നും അത് വലിയ രീതിയിൽ വാർത്തയൊക്കെ ആയതാണ്. പക്ഷേ പിന്നീടും യാതൊരു തരത്തിലുള്ള ജാഗ്രതയും നടപടികളും ഒരു സുരക്ഷയുടെ ഭാഗമായി ഉണ്ടായില്ല എന്നുള്ളത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇത് രാത്രി ഒരു 2:30-3 മണിയോടുകൂടിയാണ്, പുലർച്ചെ 2:30-3 മണിയോടുകൂടിയാണ് സംഭവിക്കുന്നത്. ഇതൊരു പക്ഷേ പകലായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വലിയ ദുരന്തത്തിലേക്ക് ഇത് പോയേനെ. അശ്വിൻ,
തീർച്ചയായും ഈ ദേശീയപാത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിർമ്മാണം പലയിടങ്ങളിലും അതിൻ്റെ ടാറിംഗ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ആ ഭാഗത്തൂടി ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന, നേരത്തേക്കാൾ കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനിടെ പുലർച്ചെ അപകടം ഉണ്ടായി എന്നുള്ളത് ഒരു തരത്തിൽ ഒരാളുടെ മരണമുണ്ടാക്കിയ വാർത്ത വരുമ്പോൾ പോലും പുലർച്ചെ അപകടം ഉണ്ടായില്ല എന്നുള്ളത്, ക്ഷമിക്കണം, പകൽ അപകടം ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ചേട്ടാ, ഇപ്പോൾ ഒരുപാട് വാഹനങ്ങൾ കൂടുതലായി പോകുന്ന സമയമല്ലേ ഇപ്പോൾ നിർമ്മാണം പൂർത്തിയായ? അതെ അതെ അതെ. അപ്പം അതായത് പലയിടങ്ങളിലും നിർമ്മാണം പൂർത്തിയായി. അപ്പം നേരത്തെ ഇതുവഴി പോകാത്ത വാഹനങ്ങളൊക്കെ കൂടുതലായി ഇതുവഴി പോകുന്നുണ്ട്. അപ്പം പകലായിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ വലിയൊരു അപകടമായിരുന്നു അതിന്. ഇതിന് മുമ്പും ഗഡറുകൾ പലതവണ വീണതല്ലേ? അതെ അതെ, തുറവൊരു ഭാഗത്ത് വീണിട്ടുണ്ടായിരുന്നു. അന്ന് അപകടം ഒന്നും ഉണ്ടായി, ആളുകൾക്ക് പരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും പരിക്കൊന്നുണ്ടായില്ല. ഭാഗ്യത്തിന് ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല. നമ്മൾ ഈ നിർമ്മാണത്തിൽ പല അപാകതകളും ഉണ്ടായിരുന്നു. അതെല്ലാം പലപ്പോഴും നാട്ടുകാർ എന്ന നിലയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതല്ലേ? തീർച്ചയായിട്ടും കാണിച്ചിട്ടുള്ളതാണ്. അതിനൊരു ഇവിടെ തന്നെ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. നിർമ്മാണത്തിന് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു. ഈ സംഭവം നാട്ടുകാർ ആണോ ആദ്യം അറിഞ്ഞോടേക്ക് എത്തിയത്? ഇവിടെ നടക്കാൻ പോകുന്ന ആൾക്കാരാണ് ആദ്യം അറിഞ്ഞത്. അപ്പം ഈ രാജേഷ് അകത്ത് ഏത് അവസ്ഥയിൽ കൃത്യമായിട്ട് അറിയത്തില്ല. ഞങ്ങളൊരു 5-5:30 ഇവിടെ എത്തിയത്. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു, ഫയർഫോഴ്സും പോലീസൊക്കെ ഉണ്ടായിരുന്നു. റിജിത്ത്, അതാണ്, അതായത് രാവിലെ എത്തിയ ആളുകൾ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. വലിയ ശബ്ദത്തോടു കൂടി ഈ അപകടം ഉണ്ടാകുന്നു. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ ഫയർഫോഴ്സിലൊക്കെ വിളിച്ച് ഈ കാര്യങ്ങൾ അറിയിക്കുന്നു. പിന്നീട് ആളുകൾ എത്തിയാണ് ഇത് ഫയർഫോഴ്സ് എത്തിയൊപ്പം ഈ കരാർ കമ്പനിയുടെ ആളുകൾ തന്നെ പ്രാഥമിക ഘട്ടത്തിൽ ഈ വാഹനം വാഹനത്തിൽ നിന്ന് ഗഡർ ഉയർത്തി മാറ്റാനുള്ള ജോലികളൊക്കെ നടത്തിയിരുന്നെങ്കിലും അത് നടന്നിരുന്നില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതൊക്കെ ഈ സമാനമായ രീതിയിൽ നിർമ്മാണം നടക്കുന്ന ജാക്കി കൊണ്ട് ഉയർത്തി വെച്ചിരിക്കുന്ന ഗർഡറുകളാണ്. ഇത്തരത്തിൽ ഉയർത്തി വെച്ചിരുന്ന ഒരു ഗർഡറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. സ്വാഭാവികമായും ഇപ്പോൾ ഇതിൻ്റെ എല്ലാം കാര്യത്തിൽ നാട്ടുകാർക്ക് ഇതുവഴി സഞ്ചരിക്കുന്ന ആളുകൾക്കൊക്കെ സംശയമുണ്ട്. കാരണം ഇതേ രീതിയിൽ ഉയർത്തി വെച്ചിരുന്ന ഒരു ഗർഡറാണ് താഴെക്കൂടി ഗതാഗതം നടത്തിക്കൊണ്ടിരുന്ന വാഹനം. അശ്വിൻ പാലാഴിയാണ് അപകട സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടയിലാണ് ഗൈഡർ വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. പിക്കപ്പ് വാൻ ഡ്രൈവറായ മുട്ടകളും കയറ്റി വന്ന പിക്കപ്പ് വാൻ്റെ ഡ്രൈവറായ ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷിനാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. നിർമ്മാണത്തിനിടെ 2 ഗൈഡറുകൾ താഴേക്ക് വീഴുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.